ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കോഫി കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം നല്ല ചൂടുള്ള പാലെടുക്കാം. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് 2 കോഴിമുട്ട വേണം. തീരെ തണുപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 1/2 കപ്പ് തൈരായാലും എടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പോളം പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പോളം വെജിറ്റബിൾ ഓയിലും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കാം. ഏതെങ്കിലും സൺഫ്ലവർ ഓയിലായാലും ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് നല്ല പോലെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മൈദയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലൂടെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പയിൽ ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മൈദയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വിസ്കോ ഫോക്കോ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കോഫി പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തീരെ കട്ടകളില്ലാതെ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നട്ട്സൊക്കെ ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സമയത്ത് ഇതിലോട്ട് നമുക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു കേക്ക് ടീൻ എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. ഇതിന് മുകളിലായിട്ട് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അതിന് പകരം മൈദ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് തൂക്കി ഒന്ന് കൊട്ടി കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമുക്കിവിടെ ഒഴിച്ച് കൊടുക്കാം. ഇനി എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഒരു തട്ട ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു 10 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം. അതിന് ശേഷം നമുക്കത് തുറന്ന് അതിലോട്ട് നമ്മുടെ കേക്ക് ടീൻ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അടപ്പിൽ എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 35 തൊട്ട് ഒരു 45 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഒരു സ്ക്യൂവറോ ഏതെങ്കിലും കത്തിയൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കി നല്ല ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പോലെ വെന്തിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. ഇപ്പോൾ അങ്ങനെ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പം നമ്മൾ കേക്ക് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് നല്ല പോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് നമ്മുടെ കേക്ക് പതുക്കെ എടുക്കാം. അപ്പോൾ ഈ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അടിഭാഗമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കേക്ക് എപ്പോഴും തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പൊടിയാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു സ്ലൈസ് എടുത്തിട്ട് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല പഞ്ഞി പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി കേക്കാണ്. അപ്പോൾ ചായയുടെ ഒക്കെ കൂടെ വൈകുന്നേരങ്ങളിൽ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു കിടിലൻ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.